പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവത്തെ പറ്റിയാണ്. ദൈവത്തിൻ്റെ ഇക്വേഷൻ എന്താണ് ദൈവം? നമ്മൾ ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ്. നമുക്കറിയാം, ദൈവത്തെ ആർക്കും ഒരു ഇക്വേഷനിൽ ഒതുക്കാനായിട്ട് സാധിക്കില്ല. ദൈവത്തെ മനുഷ്യന് ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സാധാരണ ജനത്തിന് എങ്ങനെ ദൈവത്തെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിനൊരു മോഡൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മോഡൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ദൈവം ഇതുപോലെ ആയിരിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം എന്നതേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും യഥാർത്ഥ ദൈവത്തെ നമുക്ക് ഒരു ഇക്വേഷനിലോ അല്ലെങ്കിൽ മാനുഷിക ബുദ്ധിയിലോ കൊണ്ടുവന്ന് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ടുള്ള ക്രൈസ്തവ വിശ്വാസം വെച്ചുകൊണ്ട് നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. ക്രൈസ്തവ വിശ്വാസത്തിൽ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ അത് യേശുവിനെ മാത്രമല്ല, ദൈവം എന്നുള്ള പേരിനെയും ആ പേര് സൂചിപ്പിക്കുന്നത് എന്താണ്, അതിലെന്തൊക്കെയുണ്ട് എന്നുള്ളതിൻ്റെ കാര്യത്തെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ ക്രൈസ്തവ വിശ്വാസത്തിൽ പറയുന്നത് ത്രിത്വം എന്നാണ്. മൂന്ന് ആളുകൾ ഒന്നായിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൽ പറയുന്ന മൂന്നാളുകളാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള മൂന്നാളുകൾ. അപ്പോൾ ഈ കാര്യം വളരെയധികം പേർക്ക് ഇടർച്ച വരുത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദൈവം മൂന്നാളുകളായിട്ടാണ്, എന്നാൽ മൂന്നാളുകളാണെങ്കിലും ഒരേ സത്തയാണ് എന്നുള്ള ഒരു കാര്യം. അത് പലർക്കും ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണ്. ക്രൈസ്തവ സഭയിൽ തന്നെ പലരും ഈ ആശയങ്ങൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, സഭ ഇത് ഔദ്യോഗികമായി പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പലരും പല വിഭാഗമായിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ വിശ്വസിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇതിൽ മറ്റു പല രീതിയിലും അവർ അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് പല രീതിയിലും അവർ ഇതിനോട് യോജിക്കാതെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സഭ വളരെ കൃത്യമായിട്ട് തൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അതിന് വചനത്തിൻ്റെ പിന്തുണയുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തന ഫലമായിട്ടാണ് സഭ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ നിരവധി സഭാ പണ്ഡിതന്മാരായിട്ടുള്ള, വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള സഭാപിതാക്കൾ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഹൈന്ദവ വിശ്വാസത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള മൂന്നവസ്ഥകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നുള്ള മൂന്ന് ദൈവങ്ങളെ ഈ ഹൈന്ദവ വിശ്വാസത്തിൽ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ഇതിനെ ബന്ധപ്പെടുത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൂന്ന് ദൈവവും മൂന്ന് കർമ്മങ്ങളാണ് മൂന്ന് പേർക്കും ചെയ്യാനുള്ളത്. പക്ഷേ അവർ വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ വിശ്വാസം. അപ്പോൾ അതൊരിക്കലും ത്രിത്വമായിട്ട് മൂന്നാളുകളുണ്ടെന്ന് മാത്രം ഉള്ളൂ ഇതായിട്ടുള്ളൊരു താരതമ്യം. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. ക്രൈസ്തവ വിശ്വാസത്തിലെ ദൈവസങ്കല്പത്തിൽ നിന്നും ഇത് വളരെയധികം വ്യത്യസ്തമാണ്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസം എന്താണ് പഠിപ്പിക്കുന്നത്? ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുന്നത് ആദിയിലെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല, ഉള്ളതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആദിയിൽ പിതാവായ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ് പുത്രനായ ദൈവം. ഈ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവായ ദൈവം എന്നുള്ള ഒരു വിശ്വാസമാണ് സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ദൈവം നിലനിൽക്കുന്നതെന്ന്. പരിശുദ്ധാത്മാവിനെ പറയുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ള രീതിയിലാണ് സഭ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടാകുന്നത് ഒരു 1000 വർഷങ്ങൾക്കൊക്കെ മുമ്പാണ്. സഭയുടെ ആദിമ കാലഘട്ടത്തിൽ സുവനദോസുകളിൽ കൂടിയും മറ്റുള്ള സഭാപിതാക്കന്മാരിലൂടെയുമാണ് ഇതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സഭ മനസ്സിലാക്കിയിട്ടുള്ളത്. ബൈബിളിൽ നിന്ന് നമുക്ക് ത്രിത്വത്തിൻ്റെ വിവിധ
കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 3 ആളുകളാണ്. പിതാവായ ദൈവത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവത്തെപ്പറ്റിയും യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ആളുകളെ പറ്റി വിശദമായിട്ട് തന്നെ ബൈബിളിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ കൃത്യമായിട്ട് അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ദൈവം, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നതിനെ പറ്റിയാണ് സഭ പിന്നീട് സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ കൂടെയൊക്കെ പൊതുജനത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു മോഡലായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ മുമ്പ് ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ പലരും ശ്രമിക്കാറുണ്ടെങ്കിലും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ 3 അവസ്ഥകളെ ഒരേപോലെ പ്രതിനിധീകരിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഏത് എക്സാമ്പിളിൽ കൂടെ നമുക്ക് പറയാനായിട്ട് ശ്രമിച്ചാലും അവിടെയൊക്കെ വളരെയധികം പരിമിതികളുണ്ട്. അതുപോലെ തന്നെ അതൊന്നും പൂർണ്ണമല്ല, പലപ്പോഴും തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് അതും പൂർണ്ണമായിട്ടുള്ളൊരു മോഡലല്ല, അതിലും പരിമിതികളുണ്ട്. അതും വളരെ കൃത്യമായിട്ടൊന്നും അതിനെ അഭിസംബോധന ചെയ്യുന്നില്ല. എങ്കിൽ തന്നെയും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സയൻസായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഭവത്തെ നമുക്കിതായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ കൂടെ നമുക്കൊന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിക്കാം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് എൻ്റെ മാത്രം ഒരു എക്സാമ്പിളാണ്. ഇതൊരിക്കലും ഔദ്യോഗികമായിട്ടുള്ള സഭയുടെ പഠനമൊന്നുമല്ല. അത് നമുക്ക് സാധാരണഗതിയിൽ ഇതിനെപ്പറ്റി ഒരു ബേസിക്കായിട്ട് മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇതെങ്ങനെ നിലനിൽക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നിങ്ങളിത് കണ്ടാൽ മതി. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സഭയുടെ പഠനങ്ങളും കാര്യങ്ങളെ നിങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ വിശ്വാസം മറ്റു പലരും കേൾക്കുമ്പോൾ ഇവർ 3 ദൈവങ്ങളെ ആരാധിക്കുന്നു എന്ന് മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവർ എപ്പോഴും ക്രൈസ്തവ വിശ്വാസികൾക്ക് എതിരെ പ്രയോഗിക്കുന്ന എപ്പോഴും ചർച്ചകളിലും ഡിബേറ്റിലും വരുന്ന കാര്യമാണ്, നിങ്ങൾ 3 ആളുകളെ വിശ്വസിക്കുന്നു, നിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് അവർക്ക് ക്രൈസ്തവ വിശ്വാസികളെ വളരെയധികം അവർക്ക് ഇങ്ങനത്തെ ഒരു വിശ്വാസത്തിന് അവർ എതിര് പ്രകടിപ്പിക്കുന്നത്. ദൈവം ഏകനാണ്, അല്ലെങ്കിൽ ഏകവിശ്വാസം ഏകദൈവമാണ്, അതിൽ 3 ആളുകളൊന്നും ഉണ്ടാവില്ല, ഒരു ആളുകളുള്ളൂ. സഭ പഠിപ്പിക്കുന്നത് ദൈവം ഒന്നേ ഉള്ളൂ, പക്ഷേ അതിൽ 3 ആളുകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഒരു ദൈവം, പക്ഷേ അതിൽ 3 ആളുകൾ. അതിൻ്റെ സത്ത, എല്ലാവരുടെയും സത്ത ദൈവം എന്നുള്ള ഒരേ സത്തയാണ്. അതായത് അവർക്ക് ഒരേ സ്വഭാവങ്ങളും ഒരേ കാര്യങ്ങളും അവരെവിടെ വന്നാലും അതിൻ്റെ പ്രത്യേകതകൾ, ദൈവമായിട്ടുള്ള എല്ലാ കഴിവുകളും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവർ 3 വ്യക്തിത്വമുള്ളവരാണ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? നിങ്ങൾ എൻ്റെ കൂടെ ഇനി സഞ്ചരിച്ചാൽ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വ്യക്തമായിട്ട്. നമ്മുടെ മുന്നിൽ, നമ്മുടെ വീടുകളിലൊക്കെ പല ഫർണിച്ചറുകളുണ്ട് അല്ലേ? നമുക്ക് ഏത് ഫർണിച്ചർ വേണമെങ്കിലും ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരു മേശ, കസേര, ടേബിള്, അങ്ങനെ ഇഷ്ടംപോലെ ഫർണിച്ചറുകൾ നമുക്കുണ്ട്. നമുക്കൊരു ടേബിളിനെ നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ എടുക്കാം. ഈ ടേബിള് എന്ന് പറയുന്ന വസ്തു, അല്ലെങ്കിൽ ഈ ഫർണിച്ചറെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മേശ, ടേബിൾ എന്നുള്ള ഒരു പേരിലാണ് വിളിക്കുന്നത്. അതിൻ്റെ ധർമ്മം എന്താണ്? നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ആ ടേബിളിൽ സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു ധർമ്മം അവിടെ ചെയ്യാനുണ്ട് അല്ലേ? ടേബിൾ എന്നുള്ള വസ്തുവിന് അതിൻ്റേതായിട്ടുള്ള ഒരു ധർമ്മമാണുള്ളത് അല്ലേ? ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ അതിൻ്റെ ധർമ്മമായിട്ട് വരും. എന്നാൽ ഈ ടേബിൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ടേബിൾ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ യൂസ് ചെയ്തത്? നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം. ഒരു ടേബിൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് റോ മെറ്റീരിയൽസായിട്ട് മരമാണ് ബേസിക്കായിട്ട് വേണ്ടി വരുന്നത് അല്ലേ? മരം, അതുപോലെ തന്നെ മരത്തിൻ്റെ സ്റ്റീൽ സ്ക്രൂകൾ നമുക്കിപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ മരത്തിൻ്റെ ആണികൾ വെച്ചിട്ടാണ് നമ്മളുടെ മേശ നിർമ്മിക്കുന്നത്. സ്റ്റീൽ സ്ക്രൂകളൊന്നും ഇപ്പോഴത്തെ കാലത്താണ് യൂസ് ചെയ്യുന്നത്. നമുക്കതൊക്കെ വിടാം, സ്റ്റീൽ സ്ക്രൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വിടാം. മരം കൊണ്ടുള്ള ആണി വെച്ചുകൊണ്ട്
പണിയപ്പെട്ട ഒരു ടേബിൾ. അപ്പോൾ അതിനാകെ വേണ്ടത് മരം എന്നുള്ള റോ മെറ്റീരിയലാണ് അല്ലേ. പിന്നെ വേണ്ടുന്നത് എന്താണ്? പിന്നെ വേണ്ടുന്നത് ഒരു അറിവാണ് അല്ലേ. ഒരു അറിവ് വേണം. അതായത് ഏതൊക്കെ അളവിലാണ് ഈ മരങ്ങൾ ഉണ്ടാകേണ്ടത്, ഇതിൻ്റെ കാലുകൾ ഏതൊക്കെ സൈസിൽ വേണം, എത്ര ഹൈറ്റ് വേണം, എത്ര വിഡ്ത്ത് വേണം, അതുപോലെ തന്നെ ടോപ്പിന് എത്ര ഹൈറ്റ് വേണം, വിഡ്ത്ത് വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അറിവാണ്. പിന്നെ മൂന്നാമത് ഇതിൻ്റെ ഒരു ആക്ഷൻ, ഇതൊരു പ്രവൃത്തി ചെയ്യണം അല്ലേ. ഇതേ രീതിയിൽ രൂപത്തിലേക്ക് ഇതിനെ മാറ്റാനായിട്ട് ആരെങ്കിലും അതിൽ വർക്ക് ചെയ്യണം. അവിടെ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു എനർജി അവിടെ യൂസ് ചെയ്യണം, ഫിസിക്കൽ എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ടേബിളിനെ ഈ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മളിതിൽ ചേർന്നാൽ മാത്രമാണ് നമുക്കൊരു ടേബിൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഈ ടേബിൾ ഉണ്ടാക്കി, ടേബിൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പുറത്തു നിന്ന് കാണുന്ന ഒരു വ്യക്തി, വീട്ടിലേക്ക് വരുന്ന ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവർ ഈ ടേബിളിനെ കാണുന്ന ഒരു ടേബിളായിട്ടാണല്ലേ. ടേബിൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് അതിനെ കാണുന്നത്. പക്ഷേ അതുണ്ടാക്കിയ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും? അത് മെറ്റീരിയലായിരുന്നു, അതിൻ്റെ അളവുകളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിലൊരു മെക്കാനിക്കലായിട്ടുള്ളൊരു എനർജി ഞാൻ യൂസ് ചെയ്തു എന്നൊക്കെയുള്ള ചിന്തകളാണ് അത് ഉണ്ടാക്കിയ വ്യക്തിക്കുള്ളത്. അപ്പോൾ ഓരോ പ്രോഡക്റ്റും ഉണ്ടായിരിക്കുന്നത് 3 അവസ്ഥകളിൽ കൂടെയാണ്, അല്ലെങ്കിൽ 3 അവസ്ഥകളും അതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ അത് ഒറ്റ പ്രോഡക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നു അല്ലേ. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമ്മളതൊരു മേശയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റീരിയലുണ്ട്, അളവുകളുണ്ട്, ഒരു മെക്കാനിക്കൽ എനർജി അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ റിസൾട്ടാണ് മേശ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ത്രിത്വത്തെ പറ്റി ഇന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിതാവായ ദൈവത്തെ മെറ്റീരിയലായിട്ട് എടുക്കുകയാണെങ്കിൽ, പുത്രനായ ദൈവത്തെ എനർജി ആയിട്ട് എടുക്കുകയാണെങ്കിൽ, പരിശുദ്ധമായ ദൈവത്തെ ഇതിൻ്റെ അറിവായിട്ട് എടുക്കുകയാണെങ്കിൽ, നമുക്കിതായിട്ട് റിലേറ്റ് ചെയ്തുകൂടെ? ത്രിത്വത്തെ കാണുമ്പോൾ ഇതൊരു മേശയാണ്, നമുക്ക് മേശയുടെ ധർമ്മമാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ ജനത്തിന് ഉള്ള ഒരു എക്സാമ്പിളാണ്. ഇനി കുറച്ചും കൂടി സയൻസ് അറിയാവുന്നവർക്കാണ് ഇതിനേക്കാളും കുറച്ചും കൂടി ലെവലിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ മേശ എന്ന് പറയുന്നതിൽ തന്നെ ഇതിൻ്റെ ഓരോ കാലുകളും എന്ന് പറയുന്നത് മരമാണ് അല്ലേ. ആ ഒരു കാലുകളിൽ തന്നെ ഷേപ്പ് ഉണ്ട്. അതായത് ഏതൊരു റോ മെറ്റീരിയൽ നമ്മൾ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന എല്ലാ റോ മെറ്റീരിയലുകളും ഉള്ളിൽ ഈ 3 അവസ്ഥകളുണ്ട്. അതായത് മേശയാവുമ്പോൾ മാത്രമല്ല ഈ അവസ്ഥയുള്ളത്. അതായത് മേശയുടെ മരം ഒരു കഷ്ണം നമുക്ക് ലഭിക്കുമ്പോൾ, ഒരു കഷ്ണം മരത്തിൽ തന്നെ ആ മരത്തിന് ഒരു ഷേപ്പ് ഉണ്ടല്ലേ. ഒരു സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഷേപ്പ്, റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു ഷേപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ പൊടികൾ ചേർത്ത് നിർത്തിയേക്കാണ് മരക്കട്ടയിൽ. അതിനെപ്പറ്റി നമുക്ക് സയൻസ് അറിയാവുന്നവർക്കറിയാം. ഒരു മെറ്റീരിയൽ, ഒരു മാറ്റർ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മളെന്താണ്, ബേസിക്കായിട്ടുള്ള പാർട്ടികൾ ചേർന്നുകൊണ്ട് നമ്മളൊരു ആറ്റം ഉണ്ടാകുന്നു. ആറ്റത്തിൽ നിന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. മോളിക്യൂൾസിൽ നിന്ന് മോളിക്യൂൾസുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു മെറ്റീരിയൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു മാറ്റർ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കഷ്ണം മരകഷ്ണമായാലും, കയ്യിലിരിക്കുന്ന ഒരു ചെറിയ പെൻസിലായാലും, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയൊരു ഒരു പീസ് ഒരു കാര്യമായാലും, അതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റീരിയലുണ്ട്. ആ മെറ്റീരിയലിനെ ചേർത്ത് നിർത്തുന്ന ഒരു എനർജിയുണ്ട്, അതിനൊരളവുണ്ട്. ഇനി നമ്മളിതിനെ ഒരു സബ് ആറ്റോമിക് ലെവലിലേക്ക് കൊണ്ടുപോയി നോക്കാം അല്ലേ. ഈ മെറ്റീരിയലിനെ നമ്മൾ വീണ്ടും ഇതിനെ പകുത്തുകൊണ്ട്, അതായത് നിങ്ങളുടെ കയ്യിലൊരു ചെറിയൊരു മെറ്റീരിയലുണ്ട്, ഒരു കഷ്ണം മരക്കഷ്ണമാണ്, കൈയുടെ ചെറുവിരലിൽ ഒതുങ്ങാവുന്ന ഒരു ചെറിയൊരു മരക്കഷ്ണമുണ്ട്. ഈ മരക്കഷ്ണത്തെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് അതിനുള്ളൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. ഈ മരക്കഷ്ണത്തെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അതായത് ഓരോ കഷ്ണത്തെയും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മരക്കട്ട ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മോളിക്യൂളുകൾ ലെവലിലേക്ക് എത്തും. ഈ മോളിക്യൂളിൽ നിന്ന് വീണ്ടും ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറ്റമാവും.
ഈ ആറ്റത്തെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് കിട്ടും. അപ്പോൾ ന്യൂക്ലിയസിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോൺസും ക്വാർക്കുകളായിട്ടുള്ള സംഭവങ്ങൾ കിട്ടും. അപ്പോൾ അതിനെയും സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ പാർട്ടിക്കിളിനെ നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ശാസ്ത്രം അതാണ് നമ്മളുടെ ലാർജ് ഹൈഡ്രജൻ കൊളൈഡർ എന്നുള്ള എക്യുപ്മെൻറ്റിൽ നമ്മൾ ഇതുപോലത്തുള്ള കണങ്ങളെ കൂട്ടിയിടിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ബേസിക് പാർട്ടിക്കിളിനെ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. നമ്മൾ എന്താണ് യൂണിവേഴ്സ് മേഡ് ചെയ്തിരിക്കുന്ന ബേസിക് പാർട്ടിക്കിൾ. കാരണം നമ്മൾ പണ്ട് പഠിച്ചിരുന്ന ഒരു ആറ്റമാണ് ഒരു ബേസിക് പാർട്ടിക്കിൾ എന്ന്. അതായത് യൂണിവേഴ്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ആറ്റമാണെന്നാണ് മുമ്പ് കരുതിയിരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. പിന്നെ പോയപ്പോഴാണ് ക്വാർക്കുകളുണ്ട്, പലതരത്തിലുള്ള ലെപ്റ്റോൺസ്, ഗ്ലൂട്ടോൺസ് ഒക്കെ എന്ന് പറയുന്ന പല വിഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ബേസിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, അതായത് ഓരോ പാർട്ടിക്കിളെയും എങ്ങനെയാണ് അപ്പോൾ ഒരു ആറ്റത്തിൽ നിലനിൽക്കുന്നത്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒരു ഫോഴ്സിലാണ് നിലനിൽക്കുന്നത്. അതായത് ഇത് രണ്ടും തമ്മിൽ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എനർജി, ആ എനർജിയും കൂടി ആ ന്യൂക്ലിയസിൻ്റെ ഭാഗമാണ്, ആ ന്യൂക്ലിയസിൻ്റെ മാസ്സായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മുടെ ഐൻസ്റ്റീൻ മാസ് എനർജി ഇക്വലൻസ് ഇക്വേഷനിൽ കൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് എനർജി ഈസ് ഈക്വൽ ടു, അതായത് എനർജി ഈസ് ഈക്വൽ ടു mc² എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് തന്നു. അതിൽ എനർജി എന്ന് പറയുന്നത് മാസ് ഇൻറ്റു പ്രകാശത്തിൻ്റെ പ്രവേഗവുമായിട്ട് ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനർജി കിട്ടും. അതായത് ഒരു ചെറിയൊരു ആറ്റമായാലും ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ എത്രയധികം എനർജി അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തണമെന്നെങ്കിൽ ആ ആറ്റത്തിൻ്റെ മാസിനെ പ്രകാശത്തിൻ്റെ പ്രവേഗവുമായിട്ട് ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എനർജി. അപ്പോൾ അതായത് ഓരോ ആറ്റത്തിനും വലിയ അതായത് പ്രകാശത്തിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഖ്യയാണ്. അപ്പോൾ ഏത് ചെറിയ മാസുള്ള സംഭവത്തിനും അത്രയധികം എനർജി അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ അതിനർത്ഥം ഓരോ മാസ് എന്ന് പറയുന്നത് എനർജി തന്നെയാണ്. അതായത് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ എത്രയധികം എനർജി ഉറങ്ങിക്കിടക്കുന്നോ അത്രയും എനർജിയാണ് മാസ്സായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മാസുകളും, അത് ഭാരമുള്ള എല്ലാ വസ്തുക്കളുടെ ഉള്ളിലിരിക്കുന്നത് എനർജി തന്നെയാണ്. ആ എനർജിയെ നമുക്ക് സ്വതന്ത്രമാക്കാനായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയധികം എനർജി അതിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളുടെ ആറ്റോമിക് ബോംബിലൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം ആറ്റോമിക് ബോംബിൽ ഉപയോഗിക്കുന്ന മെറ്റൽസ്, റേഡിയം അല്ലെങ്കിൽ തോറിയം പോലുള്ള മെറ്റീരിയലുകൾ, മെറ്റൽസ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസാണ്. അതായത് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് അതിൻ്റെ പുറമേയുള്ള ഇലക്ട്രോൺസുകളെ അതിനെ സ്വതന്ത്രമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും തമ്മിൽ, ന്യൂക്ലിയസും തമ്മിലൊക്കെയുള്ള ഫോഴ്സ്, അതിനെ ആകർഷിച്ച് നിർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അത് ഉറങ്ങിക്കിടക്കും, നമുക്ക് കാണാൻ പറ്റാത്ത, എന്നാൽ അതിൽ തന്നെയുള്ള ഒരു വലിയൊരു എനർജിയാണ് ഈ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഉള്ളിലുള്ള എനർജിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ന്യൂട്രോൺസും പ്രോട്ടോൺസും തമ്മിലുള്ള ആ ഒരു എനർജിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ന്യൂട്രോൺസിനും പ്രോട്ടോൺസിനെയും നമ്മൾ വേർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എനർജി റിലീസാവും. അതെന്ന് പറയുന്നത് വളരെ വലിയൊരു എമൗണ്ട് എനർജിയാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ ഈ മെറ്റീരിയൽസ്, റേഡിയോ ആക്റ്റീവ് മെറ്റൽസിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലത്തുള്ള എനർജി നമുക്ക് റിലീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതേ തരത്തിലുള്ള മെറ്റീരിയൽസിന് നമ്മൾ ആറ്റോമിക് ബോംബിലും അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഇത് എല്ലാ മെറ്റീരിയലുകളിലും ഇത് സാധ്യമാണ്. ഇപ്പം നമ്മൾ പറയുന്ന ഒരു മരക്കട്ടയിലായാലും ഏത് മെറ്റലിലായാലും ഈ ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള എനർജിയെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ടല്ലേ, അല്ലെങ്കിൽ വളരെയധികം വലിയൊരു ഊർജ്ജം നമ്മൾ എതിരെ പ്രയോഗിക്കണം. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ബലം എന്ന് പറയുന്നത് മറ്റുള്ള ബലത്തേക്കാളും വളരെ കൂടിയതാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ
നമുക്ക് കൂടുതൽ എനർജിയോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പല സാധ്യതകളോ യൂസ് ചെയ്താൽ മാത്രമാണ് അതിൽ ഉറങ്ങിക്കിടക്കുന്ന എനർജിയെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനർജിയാണ് എല്ലാനും. നമ്മുടെ മാസ് കൊടുക്കുന്ന എല്ലാ സംഭവങ്ങളും എനർജിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തിരിച്ച് നമുക്ക് സബാറ്റോമിക് ലെവലിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പാർട്ടിക്കിൾ, അതായത് മാസില്ലാത്ത ഒരു പാർട്ടിക്കിളെ തപ്പിയാണ് നമ്മുടെ സയൻസ് നടക്കുന്നത്. ഏതാണ് ഇതിൻ്റെ ബേസിക് പാർട്ടിക്കിൾ? ആ ബേസിക് പാർട്ടിക്കിളിൽ നിന്ന് വേറൊരു ബേസിക് പാർട്ടിക്കിൾ കൂടിച്ചേർന്നിരിക്കുന്നത് എനർജി മൂലമാണ്. അങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാകുന്നത്, പിന്നെ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത് എന്ന് ഇലക്ട്രോണിക്സിൽ ഈ പിന്നെ ആറ്റം ഉണ്ടാകുന്നു, ആറ്റത്തിൽ നിന്ന് മോളിക്യൂൾ ഉണ്ടാകുന്നു, മോളിക്യൂളിൽ നിന്ന് മെറ്റീരിയലുകൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് പ്രപഞ്ചം മൊത്തം ഉണ്ടായി വന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ബേസിക് പാർട്ടിക്കിൾ, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഏതാണെന്ന് കണ്ടെത്താനാണ് നമ്മൾ ശാസ്ത്രം നടന്നിരുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ കണ്ടെത്തിയാൽ പോലും ആ പാർട്ടികളെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയോ അതിനുള്ള സാഹചര്യവും നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് നിർത്തുന്നത്. ശരിക്കും പറഞ്ഞു, വീണ്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഇനി ഭാവിയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ വീണ്ടും ഈ ബേസിക് കണത്തെ പിന്നെയും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പൊടി, നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് വെക്കാം. നമ്മൾ അതിനെ കുറച്ചും കൂടി വലുതാക്കി കൊണ്ടുവരും. ആറ്റത്തെ ഒരു വലിയൊരു കട്ടയായിട്ട് ഒരു ലെഗോ പീസായിട്ട് കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെഗോ പീസും വേറൊരു ലെഗോ പീസും കൂടി ചേർന്നാലാണ് നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ലെഗോ പീസും അടുത്ത ലെഗോ പീസും തമ്മിൽ ഒട്ടിച്ച് ചേർക്കുന്നത് അവിടെ ഒരു ഫോഴ്സ് വേണം, അല്ലെങ്കിൽ അതൊരു ബലത്തിലാണ് അവിടെ പിടിച്ചിരിക്കുന്നത് അല്ലേ? ആ ബലത്തെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എനർജി റിലീസാവും എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മളങ്ങനെ കാണുകയാണെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിനെ ചേർത്ത് നിർത്തുന്നത്, അതായത് പിന്നെ അടുത്തൊരു ന്യൂക്ലിയസോ അല്ലെങ്കിൽ വേറൊരു മെറ്റീരിയലായിട്ട് അതിനെ മാറ്റുന്നത് വേറൊരു പാർട്ടിക്കിളും കൂടി ചേരുമ്പോഴാണ് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് അത് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു എനർജി ആവശ്യമാണ്. അതായത് എനർജി ഇല്ലാതെ നമുക്കൊരു സംഭവത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അത് മനുഷ്യന് കണ്ടെത്താവുന്ന ഏതൊരു ചെറിയ വസ്തുവും ഏത് സബാറ്റോമിക് ലെവലിലുള്ള സംഭവത്തിനും ഒരു എനർജി ഉണ്ടായിത്തീരും. അതായത് രണ്ട് പൊടികൾ തമ്മിൽ കൂട്ടിച്ചേർന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ എന്ന് നമ്മൾ പറയില്ലേ? അതേ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, രണ്ട് പൊടിയായിരിക്കുന്ന രണ്ട് അവസ്ഥകളെ ചേർത്ത് നിർത്തുന്നത് അവിടെ എനർജിയാണ്. അപ്പോൾ നമ്മൾ ഒരു വളരെ സബാറ്റോമിക് ലെവലിൽ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം, ആ ഒരു ആറ്റത്തെ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിനെ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്ന ന്യൂട്രോൺ എന്ന് പറയുന്ന ആ രണ്ട് സംഭവത്തിനും മാസില്ലാത്തൊരു രണ്ട് ബേസിക് പാർട്ടികളാണെന്ന് ഇപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാസില്ലാത്ത ബേസിക് ആയിട്ടുള്ള രണ്ട് പാർട്ടികളെ ചേർത്ത് നിർത്തുന്നത് ഒരു ഫോഴ്സാണ്. അതുപോലെ തന്നെ അത് എത്ര അളവിൽ ചേർന്നിരിക്കണം, എത്ര പ്രോട്ടോൺസ് വേണം, എത്ര ന്യൂട്രോൺസ് വേണമെന്ന് ഉള്ള അറിവും അവിടെയുണ്ട്. ഒരു അറിവുണ്ട്, ഫോഴ്സ് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ദൈവമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ എങ്ങനെയായിരിക്കും? കാണുമ്പോൾ അതൊരു ന്യൂക്ലിയസ് ആണ്, പക്ഷേ അതിലൊരു മാസ്ലെസ് പാർട്ടിക്കിളുണ്ട്, മാസിന് കാരണമാകുന്ന എനർജി ഉണ്ട്, പിന്നെ ഒരു അളവുണ്ട്. ഈ അളവിനെ നമുക്ക് എവിടെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? ഇത്ര എണ്ണം പ്രോട്ടോൺ വേണം, ഇത്ര എണ്ണം ന്യൂട്രോൺ വേണം, ഇത്ര അളവിലുള്ള ഊർജ്ജം ഉണ്ടായാൽ മാത്രമാണ് ആ ന്യൂക്ലിയസ് ഫോം ആവൂ എന്നുള്ള അറിവ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നില്ല, അത് അതിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് ആത്മാവായിട്ട് എടുത്താലോ? ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആത്മാവുണ്ടോ എന്നുള്ള വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ശരീരത്തിലെ ആത്മാവെന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് യഥാർത്ഥത്തിൽ? നമ്മൾ കാണുമ്പോൾ വിൻഡോസ് സ്ക്രീനിലൊക്കെ തെളിഞ്ഞു വരുന്നെങ്കിലും ആക്ച്വലി അത് മോണിറ്ററും LCD സ്ക്രീനാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം യഥാർത്ഥത്തിൽ കോഡുകൾ മാത്രമാണ് അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് കോഡാണ്, വെറും കോഡുകളാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് പേപ്പറിൽ എഴുതി വയ്ക്കാം, ഏത് തരത്തിൽ എഴുതി വയ്ക്കാം. പക്ഷേ കോഡിന് ഒരു പ്രതലമില്ലാതെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഇല്ലാതെ നിലനിൽക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കോഡ് എവിടെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് കോഡ് സൂക്ഷിച്ച് വയ്ക്കണമെങ്കിൽ നിങ്ങൾക്കൊരു മെമ്മറി കൂടിയേ തീരും. അപ്പം മെമ്മറി കൂടുമ്പോൾ അതൊരു ഫിസിക്കൽ
സബ്സ്റ്റൻസ് വേണം നിങ്ങൾക്ക് ആ കോഡ് എഴുതി വയ്ക്കാൻ, സ്റ്റോർ ചെയ്യാനായിട്ട്. നിങ്ങളതിന് പേപ്പറിലേക്ക് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പേപ്പർ വേണം. നിങ്ങൾക്കത് മനസ്സിൽ വെക്കണമെങ്കിൽ നമുക്ക് തലച്ചോറും വേണം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ കോഡിന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം കോഡിന് നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയലോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായേ തീരൂ. അപ്പോൾ ആത്മാവും അതുപോലെ തന്നെയാണ്. ആത്മാവിന് നിലനിൽക്കണമെങ്കിൽ ഒരു ശരീരവും ജീവനും ഉണ്ടായാൽ മാത്രമാണ് ആത്മാവിനോടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ, മനുഷ്യ ശരീരത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇതിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂന്നാളുകളും, അതായത് ഒരു അറിവ്, ഒരു മെറ്റീരിയൽ, ഒരു എനർജി, ഈ മൂന്നും ചേർന്നാൽ മാത്രമാണ് നമുക്കൊരു സംഭവത്തിന് ഫിസിക്കൽ വേൾഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഡാർക്ക് മാറ്ററിനെ പറ്റി നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ശാസ്ത്രം ഏകദേശം അതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതായത് ഈ ബേസിക് പാർട്ടിക്കിൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ ബേസിക് പാർട്ടിക്കിൾ എന്നുള്ള രീതിയിൽ അതിനെ എടുക്കുന്നത്. അപ്പോൾ ആ ബേസിക് പാർട്ടിക്കിളിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മനുഷ്യന് കണ്ടെത്താൻ അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാവില്ലേ. പിന്നെ ഇത് എവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മളിപ്പോൾ കണ്ടെത്തിയ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ബേസിക് പാർട്ടിക്കിളിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിലും അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് പോവും. പിന്നെ അത് നമ്മുടെ കണ്ണിൽ നിന്ന് അതായത് നമ്മുടെ ഉപകരണങ്ങളിൽ നിന്നും നമ്മുടെ എല്ലാത്തിൽ നിന്നും അത് അപ്രത്യക്ഷമാവും. പിന്നെ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതൊരു ഡാർക്ക് വേൾഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മൊത്തം ഈ ഡാർക്ക് എനർജി ആയിട്ട് പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഒരു പദാർത്ഥം രൂപീകരിക്കുന്നത്? ഈ ഡാർക്ക് എനർജിയിൽ നിന്നും നമ്മുടെ ഫിസിക്കൽ വേൾഡിലേക്ക് വരുന്നത് ഈ എനർജി വിത്ത് ഡാർക്ക് മാറ്ററായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റത്തെ ബേസിക് പാർട്ടികൾ ഉണ്ടാകുന്നു, പിന്നെ അതിൽ നിന്ന് ആറ്റംസ് ഉണ്ടാകുന്നു, മോളിക്യൂൾസ് ഉണ്ടാകുന്നു, പിന്നെ മെറ്റീരിയൽ ഉണ്ടാകുന്നു എന്നുള്ള സംഭവം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു നോക്കി ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം അതുപോലൊക്കെ തന്നെയല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എനർജി കൺസർവേഷൻ തിയറിയും കൂടി ചിന്തിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊർജ്ജം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് വേറൊരു രൂപത്തിൽ മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത, ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയാത്ത വേറൊരു രൂപത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം അതേ ഇവിടെ ഉണ്ടായിരുന്നു, ആ ഒരു എനർജിയും ആ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് അത് രൂപപ്പെട്ടു വരുന്നത്. അതായത് ഒരു വിത്തിൽ നിന്ന് നമ്മൾ മുള പൊട്ടി പുറത്തേക്ക് വരുമ്പോഴാണ് അത് മുളച്ചെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. മുള പൊട്ടുന്നതിന് മുമ്പേ ആ മുള എവിടെയായിരുന്നു? അത് വിത്തിലായിരുന്നു. അനുയോജ്യമായ സാഹചര്യം ലഭിച്ചപ്പോഴാണ് അത് മുള പൊട്ടിയത്. അപ്പോൾ ഇതിനെ നമ്മളൊരു മെറ്റീരിയൽ ഉണ്ടായത് അല്ലെങ്കിൽ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതിനെ പറ്റി ഇതേ രീതിയിൽ കമ്പയർ ചെയ്ത് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ. പ്രപഞ്ചം മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ മനുഷ്യന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പ്രപഞ്ചത്തിന് മുമ്പേ ഈ പ്രപഞ്ചം വേറൊരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ അനുയോജ്യമായ ഒരു സാഹചര്യം ലഭിച്ചപ്പോൾ ഈ പ്രപഞ്ചം ആ ഡാർക്ക് മാറ്ററിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു ഡാർക്ക് വേൾഡിൽ നിന്ന് മുളച്ചു പൊന്തി എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ മുളച്ചു പൊന്തണമെങ്കിൽ അവിടെ ഒരു അറിവുണ്ടായേ തീരൂ. എത്രത്തോളം അത് പൊന്തണം, എങ്ങനെ അത് വരണം എന്നുള്ളത് അതിൻ്റെ ഒരു അറിവാണ്. അവിടെ ഒരു ഇൻഫർമേഷൻ ഡാറ്റ ഉണ്ടായാൽ മാത്രമാണ് അതിനത് സാധിക്കുള്ളൂ. അതല്ലാതെ അതിന് തോന്നിയ പോലെ അത് പുറത്തേക്ക് വരില്ല. അപ്പോൾ തോന്നിയ പോലെ ഇറഗുലറായിട്ട് വരണമെങ്കിൽ നമുക്കറിയാം, ഒരു പേപ്പറിൽ നമ്മൾ വരയ്ക്കാൻ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തുകൊണ്ട് വരയ്ക്കാൻ പറയാണ്. അപ്പോൾ ആർട്ടിസ്റ്റിക്കായ അല്ലാത്തൊരു കുട്ടിയാണ്, സാധാരണ ഒരു കുട്ടിയാണ്, വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിൽ അവൻ ആ പേപ്പറിൽ മൊത്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച് അതിനെ വൃത്തികേടാക്കി കളയും അല്ലേ. എന്നാൽ ഒരു ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കുകയാണ്, ഒരു പാനിങ് കൊടുക്കുകയാണ്, വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഒരു ഷേപ്പ് ഉണ്ടാക്കും, ഒരു സീനറിയോ എന്തെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? വളരെ ക്രമമായിട്ടും വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടൊക്കെ വരയ്ക്കുന്നതിൻ്റെ പിറകിൽ ഒരു ഇൻ്റലിജൻസ് ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ ഒരു കഴിവുണ്ടായേ തീരൂ. ഒരു സംഭവം, ഒരു പ്രത്യേകത, ശരീരത്തിൽ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു കഴിവുണ്ടായാൽ മാത്രമാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അയാളുടെ കഴിവനുസരിച്ച് അതിനെ അയാൾക്ക് വേണമെങ്കിൽ കോംപ്ലക്സ് ആക്കാം, എത്ര രീതിയിൽ വേണമെങ്കിലും അതിനെ ഭംഗിയായിട്ട് കോംപ്ലക്സ് ആക്കാം. പക്ഷേ അവിടെ
നമ്മൾ കാണുമ്പോൾ അത് അയ്യേ എന്ന് പറയില്ല. കാരണം അത് അത്രയും വളരെ കൃത്യമായിട്ടാണ്, വളരെ ക്രമമായിട്ടാണ്, അതിനൊരു ഓർഡർ ഉണ്ട്, വളരെ കൃത്യമായിട്ടാണ് അത് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ഈ കുട്ടി വരച്ച പേപ്പർ എടുത്ത് നോക്കിയാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയും, ഇത് എന്താണ് വരച്ചിരിക്കുന്നത്, മൊത്തം അലങ്കോലമായിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്, ഇതിൽ നിന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. അപ്പോൾ പ്രപഞ്ചം ഉണ്ടായതിനെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കി. ഈ പ്രപഞ്ചം ഉണ്ടായത് വളരെ കൃത്യമായിട്ടും ക്രമമായിട്ടും വളരെ ആർട്ടിസ്റ്റിക്കായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിറകിലൊരു നല്ലൊരു ഇൻ്റലിജൻസ് പ്രവർത്തിക്കാതെ ഈ ഒരു ക്രമത്തിൽ അത് ഉണ്ടാവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇത് മൊത്തം അലങ്കോലമായിട്ടൊക്കെ കിടന്നേനെ. ഈ പ്രപഞ്ചം മൊത്തം അലങ്കോലമായിട്ട് തനി രീതിയിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെടാം. പക്ഷെ അവിടെയും ചിന്തിച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ ഒരാളുണ്ടാവണം. പക്ഷേ അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, അലങ്കോലമായിട്ടായിരിക്കും ചിലപ്പോൾ അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു നല്ലൊരു ഇൻ്റലിജൻസ് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ തെളിവാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. വളരെ ക്രമത്തിലാണ്, വളരെ സൗകുമാര്യം നിറഞ്ഞ രീതിയിലാണ് പല കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഓർഡർ ഉണ്ട്, അതിന് ഡിസിപ്ലിൻ ഉണ്ട്, അതിന് ഒരു ലോയിൽ കൂടെയാണ്. അതായത് ഒരു ബേസിക് ലോ തെറ്റിക്കാറില്ല. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അവരുടെ ഒരു 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 ലോ അതിൽ വർക്ക് ചെയ്യും. കാരണം കണ്ണ് വരയ്ക്കുമ്പോഴും അതിൻ്റെ ഒരു സിമെട്രി, അവർ മറ്റുള്ള ശരീരഭാഗങ്ങൾ വരയ്ക്കുമ്പോഴൊക്കെ അതിൻ്റെ സിമെട്രി നിലനിർത്തും. കണ്ണ് വളരെ ചെറുതാക്കിയിട്ട് ശരീരം, കൈ വളരെ വലുതാക്കില്ല. അപ്പോൾ എല്ലാത്തിനും ഓരോത്തിനും സിമെട്രി അവർ സൂക്ഷിച്ചിട്ടുണ്ടാവും. അതൊരു നിയമമാണ്, അവരുടെ മനസ്സിൽ അവരറിയാതെ പ്രവർത്തിക്കുന്ന അവരുടെ ഒരു നിയമമാണ്. അത് തന്നെയല്ല പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിൽ എന്ത് കാര്യം എടുത്താലും അതിനൊരു സിമെട്രി ഉണ്ട്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതിനൊരു ക്രമമുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും, പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഈ ഒരു ഡാർക്ക് മാറ്ററിൽ നിന്നും പൊട്ടിമുളപ്പെട്ടു. അതായത് അനുയോജ്യമായ സാഹചര്യം അതിന് ലഭിച്ചപ്പോൾ അത് പൊട്ടിപ്പുറപ്പെട്ടു. ഈ അനുയോജ്യമായ സാഹചര്യമാണ് നമ്മൾ മുമ്പും പറഞ്ഞ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ട് നമ്മൾ പറയുന്നത്. ദൈവം ഉണ്ടായിരിക്കുന്ന, ചിലപ്പോൾ ദൈവം നിലനിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ ഡാർക്ക് വേൾഡിലായിരിക്കും. ദൈവത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് ഈ ഡാർക്ക് വേൾഡായിരിക്കും. നമുക്കറിയില്ല, ഞാനത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നതല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അനുമാനിക്കാം എന്നാണ് പറയുന്നത്. ഇതുപോലത്തുള്ള ഒരു ഡാർക്ക് വേൾഡിൽ നിൽക്കുന്നൊരു ദൈവത്തിന് ഇതുപോലത്തുള്ള നമ്മുടെ മനുഷ്യൻ്റെ ഫിസിക്കൽ വേൾഡ് ഉണ്ടാക്കാനായിട്ട് ആ ഡാർക്ക് വേൾഡിൽ നിന്നും ആ ഒരു അറിവ് പ്രവർത്തിച്ചപ്പോൾ ആ ഡാർക്ക് വേൾഡിൽ നിന്നും ഈ ഒരു വേൾഡ് രൂപപ്പെട്ടു വന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അനുമാനിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ആ ലോകവുമായിട്ട് മനുഷ്യന് ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നത്. നമുക്കറിയാം, ദൈവവുമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ സാഹചര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവസ്ഥകളുമായിട്ട് മനുഷ്യന് കാണാനായിട്ട് സാധിക്കാത്തത് നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാനോ നമുക്കത് അനുഭവിക്കാനോ പറ്റാത്തൊരു ലോകമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. ഡാർക്ക് മാറ്റർ, ഞാനിപ്പോൾ ശാസ്ത്രം ഡാർക്ക് മാറ്റർ കണ്ടുപിടിച്ചതുകൊണ്ട് ദൈവം ഡാർക്ക് മാറ്ററാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ ശാസ്ത്രത്തിനും വരെ ഇപ്പോൾ ഇനിയിപ്പോൾ 100 വർഷം കഴിയുമ്പോൾ വേറെ രീതിയിലുള്ള പ്രപഞ്ച സിദ്ധാന്തമായിരിക്കും ശാസ്ത്രം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് തർപ്പിച്ച് പറയുന്നില്ല, പക്ഷേ അങ്ങനെയും ആയിരിക്കാം എന്നുള്ളൊരു അനുമാനമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയും സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഡാർക്ക് ലെവലിൽ, ഡാർക്ക് എനർജിയിൽ നിൽക്കുന്ന ദൈവലോകത്തിൽ നിന്നും, ദൈവത്തിൻ്റെ ലോകമായിട്ടുള്ള ആ ലോകത്തിൽ നിന്നും ഇപ്പോഴത്തെ ഒരു ഫിസിക്കൽ വേൾഡ് ഉണ്ടായി എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനെടുത്ത ടൈം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാൽക്കുലേഷനിൽ കോടിക്കണക്കിന് വർഷമാണെങ്കിൽ ദൈവത്തിൻ്റെ കാൽക്കുലേഷനിൽ ചിലപ്പോൾ അതൊരു ഒരു ദിവസമായിരിക്കും അത് ഈ പ്രപഞ്ചം ഉണ്ടായത്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ലെവലിൽ നിന്നാണല്ലോ ചിന്തിക്കുന്നത്. നമ്മൾ മുൻപും പറഞ്ഞ ഈ ആത്മാവിനെ പറ്റി പറഞ്ഞപ്പോഴും പ്രപഞ്ചത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു 7 ദിവസം കൊണ്ട്, യുക്തിവാദിയുടെ ചോദ്യത്തിലൊക്കെ പറഞ്ഞു 7 ദിവസം കൊണ്ട് എങ്ങനെ ഭൂമി ഉണ്ടായതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന്. അതായത് ഏതൊരു വസ്തുവും, നമ്മൾ മുന്നിലുള്ള ഏതൊരു വസ്തുവും നിലനിൽക്കണമെങ്കിൽ അതിന് 3 അവസ്ഥകൾ ഉണ്ടായേ തീരും. മാറ്റർ ഉണ്ടാവണം, മെറ്റീരിയൽ ഉണ്ടാവണം, എനർജി ഉണ്ടാവണം, ഒരു അറിവുണ്ടാവണം. എന്നാൽ അങ്ങനെ 3 ഒരുമിച്ച് ചേരുമ്പോഴാണ് അതൊരു മെറ്റീരിയൽ ആവുന്നത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ അതിനെ വേർതിരിച്ച് നിർത്താനും സാധിക്കില്ലല്ലേ. ഈ മാറ്ററിനെ എനർജിയിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം മാറ്റർ നിലനിൽക്കുന്നത് എനർജിയിലാണ്. എനർജിയും മാറ്ററും കൂടി ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതിലാണ് ഒരു മെറ്റീരിയൽ നിൽക്കുന്നത്.
അപ്പോൾ ഈ മാറ്ററിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ മാറ്റി നിർത്താൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാവുള്ളൂ, അതായത് ഇല്ലാതായി തീരും അല്ലേ. അപ്പോൾ മാറ്ററിന് സ്വന്തമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല, എനർജിക്കോ സ്വന്തമായിട്ട് നിലനിൽക്കാൻ സാധിക്കുമോ? E=mc² എന്നുള്ള ഇക്വേഷനിൽ m 0 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം 0 ആവും, അല്ലെങ്കിൽ E 0 ആക്കി കഴിഞ്ഞാൽ എല്ലാം 0 ആവും. അതായത് എനർജിക്കും സ്വന്തമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല. എനർജിക്ക് നിൽക്കണമെങ്കിൽ മാറ്റർ കൂടിയേ തീരൂ അല്ലേ. അപ്പോൾ ദൈവത്തെ എങ്ങനെ കണ്ടായല്ലോ, പിതാവായ ദൈവം മാറ്ററും പുത്രനായ ദൈവം എനർജി ആണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അറിവുണ്ടാവാണ് അല്ലേ. എത്ര അളവിൽ മാറ്റർ ഉണ്ട്, എത്ര അളവിൽ എനർജി ഉണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ദൈവത്തിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാം. അങ്ങനെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് ദൈവമെങ്കിൽ, ദൈവം ഞാൻ മാറ്റർ അങ്ങനെ അവകാശപ്പെടുന്നില്ല, എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ചിന്തയിൽ കൂടെ പറയുകയാണ്, ദൈവം അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ നോക്കി ഈ പ്രപഞ്ചം മൊത്തം ദൈവം തന്നെയല്ലേ. മാറ്റർ ഉണ്ട്, എനർജി ഉണ്ട്, അറിവുണ്ട്. പരിശുദ്ധാത്മാവിനെ പറ്റി എപ്പോഴും പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വരങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, അതിലൊക്കെ അറിവ് വിശുദ്ധമായിരിക്കും മുന്നോട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു സിമിലാരിറ്റി കണ്ടെത്താം. പക്ഷേ നമ്മുടെ എക്സാമ്പിളുകളൊക്കെ വളരെ തെറ്റിദ്ധാരണയായിരിക്കും. ശരിക്കും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല, അത് മനുഷ്യൻ്റെ ബുദ്ധി വെച്ച് നമ്മളുണ്ടാക്കുന്ന എക്സാമ്പിളുകളാണ്. പക്ഷെ ദൈവം അങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചം മൊത്തം ദൈവം തന്നെയാണല്ലേ. ഏതൊരു വസ്തു എടുത്താലും, നമ്മൾ തന്നെ എടുത്താലും നമ്മൾ എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള സെൽസുകൾ ഡിവൈഡ് ചെയ്താലും അത് ആറ്റങ്ങളായി മാറും. അതൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ശരീരം, ജീവൻ, ആത്മാവ് എന്നുള്ള 3 അവസ്ഥയിലാണ് മനുഷ്യൻ നിലനിൽക്കുന്നതെന്നും കൂടി ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ദൈവത്തിൻ്റെ ഒരു മോഡലാണ്, ഒരു സ്മോൾ മോഡലാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ ഒരു സ്മോൾ മോഡലാണ് ഒരു ചെടി. കാരണം ചെടിയിലും ഒരു മെറ്റീരിയലുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ജീവനുണ്ട്, അതിൻ്റെ ഒരു അറിവ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചെടിയും ദൈവത്തിൻ്റെ ഒരു അംശമാണ്, മനുഷ്യനും ദൈവത്തിൻ്റെ അംശമാണ്. ജീവനില്ലാത്ത വസ്തുക്കളും, ഒരു കല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കല്ലിലും ദൈവത്തിൻ്റെ അംശമാണ് കല്ലേ. അവിടെയും ഒരു മെറ്റീരിയലുണ്ട്, എനർജി ഉണ്ട്, ഒരളവുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചം മൊത്തം ദൈവത്തിൻ്റെ അംശം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാം അല്ലേ. ഞാൻ അതിൻ്റെ ഒരു സാധ്യത തുറന്നിട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ത്രിത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ 3 അവസ്ഥകളും ചേർന്നാൽ മാത്രമാണ് നമ്മളതിനെ ഒരു മെറ്റീരിയൽ എന്ന് വിളിക്കുകയുള്ളൂ അല്ലേ. ഒരു മരക്കഷ്ണം എന്ന് വിളിക്കണമെങ്കിൽ ഈ 3 അവസ്ഥകൾ ചേരണം. ഇതിന് ഒരു അവസ്ഥയ്ക്ക് സെപ്പറേറ്റായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ 2, 3 ഒരുമിച്ച് ചേർന്നാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ 3 ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അന്തർലീനമായിട്ട് ഈ 3 ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതൊരു മെറ്റീരിയലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ദൈവമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്രൈസ്തവ സഭാ പണ്ഡിതന്മാർ വിളിക്കുന്നത് ഈ 3 അവസ്ഥകൾ എങ്ങനെയാണ് ഇത് ഒരുമിച്ച് ചേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിലാണെന്നാണ് ഫിലോസഫിക്കലായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ അത് ആക്ച്വൽ സയൻറ്റിഫിക്കായിട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഫിലോസഫിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ 3 ദൈവങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് സ്നേഹത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ത്രിത്വത്തെപ്പറ്റി പറഞ്ഞതിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവം ഒന്നേ ഉള്ളൂ. ദൈവം എന്ന് പറയുന്നത് ഒന്നേ ഒന്നുള്ളൂ. പക്ഷെ അതിൽ 3 വ്യക്തിത്വമുള്ള 3 അവസ്ഥകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിൽ പിതാവിനെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തത് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഷേപ്പിലുള്ള ഒരു വസ്തുവിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിനെ ചേർത്ത് നിർത്തുന്ന ഒരു എനർജി ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു അറിവും കൂടി ഉണ്ട്. എത്ര അളവിൽ അത് നിലനിൽക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള അറിവും 3 അവസ്ഥകളിൽ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു മോഡൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ റെഫർ ചെയ്യേണ്ടത് ക്രൈസ്തവ സഭാ പഠനങ്ങളാണ്. ത്രിത്വത്തെ പറ്റിയുള്ള സഭാ പഠനങ്ങൾ
പല ലേഖനങ്ങളും പല സഭയുടെ ചാക്രിക ലേഖനങ്ങളും സുവനോദോസുകളിൽ കൂടെ ഡിസ്കഷൻ ചെയ്തതിന് ശേഷം ഉണ്ടായിരിക്കുന്ന കുറേ പഠനങ്ങളും ഇതിൻ്റെ പിറകിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. യഥാർത്ഥത്തിൽ എന്താണ് ത്രിത്വം എന്ന് മനസ്സിലാക്കണം. ഞാനിതൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞു വന്നത്. വെൽക്കം ടു കോമൺ സെൻസ്.